എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ പ്രേക്ഷകർക്ക് ആത്മനമസ്കാരം. നമുക്കിന്ന് എന്തെല്ലാം രീതിയിൽ ജാതക രീതിയായി ഒരാൾക്ക് രക്ഷപ്പെടാമെന്ന് ആലോചിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ട്രോളജി പ്രകാരം നമ്മളെ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാതെ, ഏത് നക്ഷത്രമായിക്കോട്ടെ, ഏത് തിഥി ആയിക്കോട്ടെ, എന്ത് ടൈമായിക്കോട്ടെ, ഏത് വാരമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ. ആദ്യമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ അവർ സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യം, അതായത് നമ്മുടെ കർമ്മരംഗത്ത് നമ്മളൊരു ബിസിനസ് ചെയ്യാനാണോ കഴിവുള്ളവർ, അതോ അവർക്ക് ഒരു ജോലിയിൽ പോകാനുള്ള സൗകര്യമാണ് നല്ലത്, ജോലിയിൽ പോകുന്നതാണോ നല്ലത് എന്ന് മനസ്സിലാക്കണം. കാരണം ഒരാളുടെ ജാതകത്തിൽ 7ാം ഭാവത്തിൻ്റെ ബലം, 7ാം ഭാവം ബിസിനസ്സിനെ ആണെങ്കിൽ കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ആൾക്ക് ബിസിനസ് ആയിരിക്കും സൗകര്യമായിരിക്കുന്നത്. അല്ല, അവരുടെ 6ാം ഭാവമാണ് സ്ട്രോങ് എങ്കിൽ തീർച്ചയായിട്ടും അവർ ജോലിക്ക് 6, 10 ഭാവങ്ങളാണെങ്കിൽ ജോലിക്ക് പോകുന്നതാണ് സൗകര്യമെന്ന് മനസ്സിലാക്കണം. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ നഷ്ടങ്ങൾ പലതരത്തിലും സംഭവിക്കും. ഇതൊന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഓരോ കാര്യങ്ങളും എപ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ നേരത്തെ മുൻകൂട്ടി ആലോചിച്ച് ഒരു സമയം കണ്ടെത്തണം. എല്ലാത്തിനും ഉണ്ട് കേട്ടോ സമയം എന്നൊക്കെ പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ പറയും 7 ശനിയാണ്, ഈ സമയത്ത് പോയി തുടങ്ങുന്നത് നല്ലതാണോ, ഏതെങ്കിലും പുതിയ കാര്യം ചെയ്യുന്നത് നല്ലതാണോ? തീർച്ചയായിട്ടും 7 ശനിയിൽ ബുദ്ധിമുട്ടുകൾ നിറയെ ഉണ്ടാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാനസികമായോ ശാരീരികമായോ അവരെ ബാധിക്കും അത്. ആ സമയത്ത് അവരുടെ ഫുൾ ഒരു എനർജിയോടെ ഒരു കാര്യത്തിൽ ഇറങ്ങാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സമയവും നമ്മുടെ ജാതക രീതിയായിട്ട് നമുക്ക് എപ്പോഴാണ് ഏറ്റവും നല്ലത് എന്നൊന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് വയ്ക്കണം. അല്ലെങ്കിൽ അറിയാവുന്ന ആചാര്യന്മാരോട് ചോദിച്ച് അത് മനസ്സിലാക്കി വയ്ക്കണം. വേറൊരു എക്സാമ്പിൾ പറയാം. ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ അഷ്ടമരാശിക്കൂറിൽ തുടങ്ങുക, നമ്മുടെ ലഗ്നത്തിന് അഷ്ടമത്തിൽ അല്ലെങ്കിൽ രാശിക്ക് അഷ്ടമത്തിൽ ഒരു കാര്യം തുടങ്ങുക. അതുമല്ല എന്നുണ്ടെങ്കിൽ ചന്ദ്രൻ വന്നിട്ട് ചന്ദ്രാഷ്ടമത്തിൽ, നമ്മൾ ചന്ദ്രാഷ്ടമം എന്നൊക്കെ കേട്ടിട്ടില്ല, ചന്ദ്രാഷ്ടമത്തിലോ ലഗ്നത്തിലോ വന്ന് നിൽക്കുക, അതായത് അവനവൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുക. ഈ സമയത്ത് പോയി ഒരു കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും മനസ്സിനെ ബാധിക്കും. അത് സംശയമൊന്നുമില്ല, മനസ്സിനെ ബാധിച്ചിരിക്കും. അപ്പോൾ ആ കാര്യം എത്രത്തോളം സക്സസ് ആകും? ഇത് രണ്ടാമത്തെ കാര്യം. അതേമാതിരി വേറെ ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ജാതകത്തിൻ്റെ ഗ്രഹബലം അറിയണം. ഈ ജാതകം എന്ന് പറയുന്നത് ഈ 9 ഗ്രഹങ്ങളുടെ ഒരു അഭ്യാസം മാത്രമല്ല സുഹൃത്തുക്കളെ. അതായത് ഞാനീ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാതകത്തിൽ പൊതുവേ നമ്മൾ സാധാരണ നോക്കുന്നത് എന്താ, ഇതെന്താ ഇപ്പോഴത്തെ സമയം നോക്കിയാട്ട്, ഇപ്പോഴത്തെ സമയം നോക്കിയിട്ട് എന്ത് ചെയ്യാനാ? ഇപ്പോഴത്തെ സമയം മാത്രം മതിയോ നമുക്കൊരു കാര്യം സാധിക്കാൻ? പോരാ. കാരണം നമ്മുടെ ജാതകത്തിൻ്റെ ഗ്രഹങ്ങളുടെ ബലം അനുസരിച്ചാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം ഈ സമയം ഒക്കെ 7 ശനി ആയതുകൊണ്ട് ചെയ്യേണ്ട, കഴിഞ്ഞോട്ട് ഉടനെ അടുത്ത പരിപാടി ചെയ്യാമെന്നൊന്നും വിചാരിച്ച് കളയരുത്. ആ സമയത്തായിരിക്കാം ഒരു അഷ്ടമ ഗുരു നമുക്ക് പണി തരുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഈ 9 ഭാവത്തിലുള്ള ഗ്രഹങ്ങളുടെ ബലം കുറഞ്ഞ, അതായത് ഗ്രഹങ്ങൾക്ക് 2 ബലമുണ്ട്, ഒന്ന് ഇഷ്ടബലമുണ്ട്, ഒന്ന് കഷ്ടബലമുണ്ട്. ഇതൊന്നും അവരായിട്ട് ചെയ്യുന്നതല്ല സുഹൃത്തുക്കളെ. നമ്മൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹങ്ങളുടെ ആരൂഢം, അതായത് നമുക്കറിയാമല്ലോ, അണ്ടത്തിലുള്ളത് പിണ്ടത്തിലും ഉണ്ടെന്ന് പറയുന്ന പോലെ നമുക്ക് ചുറ്റിനും ഈ ബഹിരാകാശത്ത് കാണുന്ന ഗ്രഹങ്ങളെ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മളുടെ ശരീരത്തിലെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള, അറിയാമല്ലോ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങളാണ്. ഈ കോശങ്ങളിൽ എന്തുണ്ട്? ഒരു സൗരയൂഥമുണ്ട്. അത് നമുക്കറിയാം, സയൻസ് പറയുന്നുണ്ടല്ലേ, അത് ഇങ്ങനെ ഒരു ന്യൂക്ലിയസ് മാതിരി, ആ ന്യൂക്ലിയസിന് ചുറ്റിനും ഇങ്ങനെ ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ചുറ്റുന്ന മാതിരിയും, അങ്ങനെ പലതരത്തിലുള്ള ഡെഫിനിഷൻസ് നമുക്കറിയാം. ഇത് തന്നെയാണ് ഈ അണ്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ആ ഗ്രഹങ്ങളും
ആ കോസ്മിക്കായിട്ടിരിക്കുന്ന ആ ഒരു എനർജി, വലിയൊരു എനർജി ഉണ്ടല്ലേ, അതായത് എൻറ്റയർ യൂണിവേഴ്സിനെ നിയന്ത്രിക്കുന്ന ഒരു എനർജി ഉണ്ട്. അതെന്തുമാകട്ടെ, എന്ത് പേരും നിങ്ങൾക്ക് കൊടുക്കാം, എ കൊടുക്കാം, ബി കൊടുക്കാം, സി കൊടുക്കാം, അതൊന്നും പ്രശ്നമല്ല. ആ എനർജിയുമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു താതാത്മ്യം, ആ ഒരു കോശങ്ങളുമായിട്ട് ആ ഒരു ഒരേ മാതിരിയുള്ള ഒരു വൈബ്രേഷൻ വന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അത് തടസ്സമാകും സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ എന്തുകൊണ്ട് തടസ്സം വരുന്നു നമ്മൾ നോക്കണ്ടേ? അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ജന്മദോഷങ്ങളെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അതായത് ഈ ഗണ്ഡാന്ത ദോഷങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാം, എല്ലാ വീഡിയോയിലും ഞാൻ തുടരെ പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഈ 7 ദോഷങ്ങൾ, കാശീജാതകം മുതൽ കന്നിശാപം അല്ലെന്നുണ്ടെങ്കിൽ ബ്രഹ്മഹത്യാദോഷം വരെയുള്ള ഒരു പൂട്ടാണെന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ പൂട്ടാണത്. ആ പൂട്ട് തുറന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ആരൂഢത്തിലേക്ക് പ്രവേശിക്കാൻ. കാരണം നമുക്ക് യൂണിവേഴ്സുമായിട്ട് നമുക്ക് ബന്ധപ്പെടാനുള്ള ആ ഒരു പിന്നെ വഴി നമ്മുടെ ഔട്ടർ ഓറ, നമ്മൾ പഠിച്ചിട്ടുള്ള യോഗീശ്വരന്മാരൊക്കെ പറയുന്നുണ്ട്, നമുക്ക് പല തരത്തിലുള്ള ഓറകളുണ്ട്, അതെല്ലാം കഴിഞ്ഞ് വേണം നമ്മൾ കോസ്മിക്കുമായിട്ട് ബന്ധപ്പെടാനെന്ന്. ഈ കോസ്മിക് റേസും നമ്മളുമായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഔട്ടർ മോസ്റ്റിലുള്ള എല്ലാ ഓറയും നല്ല ക്ലീൻ ആയിട്ടുണ്ടെങ്കിലേ ക്ലീനായിട്ട് ആ എനർജി ഒന്ന് ചേരത്തുള്ളൂ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ ഗണ്ഡാന്ത ദോഷങ്ങളുടെയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ, ഈ ഗോചര ദോഷങ്ങൾ, അത് അവിടെ ഇരിക്കട്ടെ. ആ വെളിയിലുള്ള ഗണ്ഡാന്ത ദോഷങ്ങൾ നമ്മളുടെ ഓറയിൽ വന്നിട്ട് ഒരുമാതിരി നെഗറ്റീവായിട്ട് ഫോം ആകും. ഇതുകൊണ്ട് എന്താ, വെളിയിൽ നിന്ന് വരുന്ന കോസ്മിക് റേസ് നമ്മുടെ ശരീരത്തിലുള്ള പിന്നെ എനർജിയുമായിട്ട് താതാത്മ്യം സാധിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയും പിതൃശാപമുണ്ട്, ആ സൂര്യൻ്റെ എനർജി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഗുരുശാപമുണ്ട്, ഗുരുവിൻ്റെ എനർജി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാൻ തുടങ്ങും. കാരണം ഈ ഗണ്ഡാന്ത ദോഷങ്ങൾ കൊണ്ട് മറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ എനർജി, ഈ കോസ്മിക് ഓരോ റേസിനും ഈ സൂര്യൻ എന്ന് പറയുന്ന ആ എനർജി നമ്മുടെ ശരീരത്തിലുള്ള ആ എനർജിയുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്ഭവിക്കുന്നത്. ഇവിടെയാണ്. അപ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യേണ്ടത്, ജാതകത്തിലെ ഗണ്ഡാന്ത ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള പരിഹാരം എടുക്കണം. അതെടുത്ത ശേഷമേ ഉള്ളൂ നമുക്ക് അടുത്തുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഈ ഗോചരത്തിലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റ് ദശാബുദ്ധികളുടെ പ്രശ്നങ്ങളും ഒക്കെ സംഭവിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയുന്നതാണ്. എനിക്ക് കിട്ടുന്ന ജാതകങ്ങളിൽ ഞാൻ ബുദ്ധിമുട്ടുകൾ കൂടുതൽ ജാതകങ്ങളെന്ന് പറയുന്നതിലെല്ലാം ഏകദേശം 100% ഗണ്ഡാന്ത ദോഷമുള്ളവരാണ്. അല്ലാതെ നക്ഷത്രദോഷം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ദോഷങ്ങൾ കൊണ്ടൊന്നും ആർക്കും പെട്ടെന്നൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ബുദ്ധിമുട്ടുകൾ സംഭവിക്കുകയില്ലെന്നല്ല, ചെറിയ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ദശാബുദ്ധിക്കനുസരിച്ച് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾക്ക് എൻ്റെ ലൈഫിലും ഒരേ പ്രശ്നമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ ജീവിക്കാനേ പറ്റുന്നില്ല, മാനസികമായിട്ട് സമാധാനമില്ല, അല്ലാന്നുണ്ടെങ്കിൽ വേറെ കുട്ടികളില്ല, അല്ലാന്നുണ്ടെങ്കിൽ വിവാഹം നടക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുന്നത്, വളരെ ദീർഘമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജാതകത്തിൽ ഗണ്ഡാന്ത ദോഷമുണ്ട്. അതിന് സംശയമൊന്നുമില്ല. അത് ഒരു നല്ല ആചാര്യനെ കൊണ്ട്, അറിയാവുന്നവരെ കൊണ്ട് അത് നോക്കിയിട്ട് ആ ദോഷം ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക, അതിനുള്ള പരിഹാരം ചെയ്യുക. അതെനിക്ക് വയ്യ, ഞാനെന്തിനാ ഇത്ര യാത്ര ചെയ്യുന്നത്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ നടന്നേ പറ്റൂ, നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റൂ, അങ്ങനെയല്ലേ? നമുക്ക് 1 രൂപ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നില്ലേ? നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അതിന് വന്നിട്ട് നമ്മൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ എന്തിനാ അവിടം വരെ പോയി ആ അമ്പലത്തിൽ പോയി തൊഴേണ്ട ആവശ്യം, എനിക്കെന്താ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോയാൽ പോരെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അർത്ഥമില്ല സുഹൃത്തുക്കളെ. കാരണം ഓരോ ക്ഷേത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ഓരോ എനർജീസ് ഉണ്ട്. എനർജി എന്ന് പറയുന്നത് നമ്മളൊരു അറിയാമല്ലോ, പിന്നെ ഈ ക്ഷേത്രത്തെ പറ്റിയൊക്കെ കൂടുതൽ അറിയുന്ന ആചാര്യന്മാർ പറയുന്നില്ലേ, നമ്മൾ ഒരു ഭഗവാന്റെ ഒരു രൂപം അവിടെ വയ്ക്കുമ്പോൾ, ഒരു പ്രതിഷ്ഠ വയ്ക്കുമ്പോൾ അവിടെ യന്ത്രങ്ങളും ഒക്കെ ചെയ്ത് മന്ത്രം ഡെയിലി ദിവസവും മന്ത്രം ജപിച്ച് ആ ശക്തി കൂട്ടുകയാണ് ചെയ്യുന്നത്. ആ ശക്തിയിൽ ആ ഒരു പർട്ടിക്കുലർ ക്ഷേത്രത്തിൽ ആ എനർജി നമുക്ക് ഓരോ തരത്തിലുള്ള, അതായത് ഓരോ തരത്തിലുള്ള കോമി ദോഷങ്ങൾക്ക് മരുന്നായിട്ട് നമ്മുടെ ആചാര്യന്മാർ, അതായത് അഗസ്ത്യർ മുതലുള്ള ആചാര്യന്മാരാൽ എഴുതപ്പെട്ടിട്ടുള്ള ചില ക്ഷേത്രങ്ങളുണ്ട്.
ആ പർട്ടിക്കുലർ ക്ഷേത്രത്തിൽ പോയാൽ അതിന് മരുന്ന് കിട്ടും. നമുക്ക് പാരാസെറ്റമോൾ കഴിച്ചാൽ പനിക്കാവുമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. എല്ലാ പനിയും മാറത്തില്ല, എല്ലാ തലവേദനയും പാരാസെറ്റമോളിന് മാറത്തില്ല. യഥാർത്ഥ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് മരുന്ന് കഴിക്കണം. വെറും പാരാസെറ്റമോൾ കഴിച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നീരാഞ്ജനം ചെയ്യും. അടുത്ത അമ്പലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരാഞ്ജനം ചെയ്യും, പാരാസെറ്റമോൾ കഴിക്കുന്ന പോലെ അത് വന്നിട്ട് പോയിട്ടേ ഇരിക്കും. പക്ഷേ യഥാർത്ഥ അസുഖം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടുപിടിക്കുക, അതിന് മരുന്ന് കഴിക്കുക. അതിന് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പല ജന്മങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ദോഷമല്ലേ ഇത്. ഇന്ന് ഇങ്ങോട്ട് ഇൻസ്റ്റൻ്റായിട്ടൊരു നെയ്വിളക്ക് കത്തിച്ച് പിറ്റേ ദിവസം രാവിലെ അത് മാറണമെന്ന് പറഞ്ഞാൽ അതിലെന്താ അർത്ഥമുള്ളത്? നടക്കുമോ? നടക്കത്തില്ല. കഷ്ടപ്പെട്ട് പരിഹാരം ചെയ്ത് ആ ഭഗവാന്റെ ആ എനർജിക്ക് ഫുൾ സറണ്ടറായാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അതിന് താല്പര്യമുള്ളവർ മാത്രമേ ദയവ് ചെയ്ത് അസ്ട്രോളജിയിൽ ഇറങ്ങാവൂ. അല്ലെങ്കിൽ എനിക്ക് ആ ജാതകത്തിൻ്റെ ആ ഇതിങ്ങോട്ട് തന്നെ കോപ്പി ഇങ്ങോട്ട് തന്നെ ഞാനിതൊന്ന് വേറൊരാളെ കാണിച്ചു നോക്കട്ടെ, 4 പേരെ കാണിച്ചു നോക്കട്ടെ, 4 പേരും ഒരേ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യുക. ഇതിലൊക്കെ എന്താ അർത്ഥമുള്ളത്? എന്തിനാ പിന്നെ നോക്കുന്നത്? വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അസ്ട്രോളജിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ദയവ് ചെയ്ത് ചെയ്യുക. അത് ചെയ്യുമ്പം ആത്മാർത്ഥമായിട്ട് ചെയ്യുക, എന്നാലേ നടക്കുള്ളൂ. വെറുതെ കയ്യിലിരിക്കുന്ന പൈസ കളയരുത് സുഹൃത്തുക്കളെ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇത് എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ്. അതുപോലെ അടുത്തത്, ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴോ ഒരു കടമുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങളുള്ളപ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോഴോ മാത്രമാണ് ഈ ജ്യോത്സ്യന്മാരെ തേടി വരുന്നത്, അല്ലെങ്കിൽ അസ്ട്രോളജീസിനെ തേടി വരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ നോക്കുന്നില്ല? ഒരാൾ ഒരു യങ്സ്റ്ററോ അല്ലെങ്കിൽ ഒരു കുട്ടിയോ ഒരു 15 വയസ്സാകുമ്പോൾ അവനെ ഏത് തരത്തിൽ ഗൈഡ് ചെയ്യണമെന്ന് ആലോചിച്ചുകൂടാ? അങ്ങനെ ആലോചിക്കും സുഹൃത്തുക്കളെ. അങ്ങനെ ആലോചിച്ച് അവരൊക്കെ എന്താണ് വേണ്ടിയത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുകയാണ് ഓരോ മാതാപിതാക്കന്മാരും ചെയ്യേണ്ടത്. അല്ലാതെ അവരെ പോകുന്ന വഴിക്ക് വിട്ടിട്ട് ലാസ്റ്റിൽ പ്രശ്നം വരുമ്പോൾ ഉടനെ ഒരാളെ വിളിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക, പറയുക ഒരു വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ വിളക്ക് കത്തിച്ച് പിറ്റേ ദിവസം രാവിലെ എൻ്റെ ദോഷമെല്ലാം മാറി, ഇനി നാളെ മുതലെല്ലാം ശരിയാകും. ഇതിലൊന്നും അർത്ഥമില്ല, നടക്കത്തില്ല. നമ്മൾ ആ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് എപ്പോൾ നമ്മൾ കോംപ്രമൈസ് ആകുന്നോ അത് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ആകാം, അസ്ട്രോളജി ആകാം, പല തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് ആത്മാർത്ഥമായിട്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ശരിയാകൂ. ഇനി നമുക്കൊരു ചില കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. ഇപ്പം കന്നിശാപം എന്ന് പറയുന്നൊരു ദോഷമുണ്ട്. നിങ്ങൾക്കറിയാമോ? അത് എല്ലായ്പ്പോഴും ഒന്നും സ്റ്റാർട്ടാകുന്നില്ല. ഒരു കുഞ്ഞിന് സാധാരണഗതിയിൽ പെൺകുട്ടികൾക്കാണ് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്, ഒരു 10-11 വയസ്സാകുമ്പോഴത്തേക്കും ആ പ്യൂബർട്ടി ഇതൊക്കെ പറയത്തില്ലേ, ആ സമയത്ത് ഇത് എഫക്റ്റ് ആവും. അവരുടെ ജാതകത്തിലുണ്ടെങ്കിൽ ഉടനെ നമ്മൾ പറയും ബാധ കയറിയതാ, അടുത്ത വീട്ടിൽ ഇത് കയറിയതാ, അടുത്ത വീട്ടിൽ ഒന്നുമല്ല. അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് വന്ന കന്നിശാപത്തിൻ്റെ ദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ, കന്നിശാപം ഉണ്ടെങ്കിൽ ആണ് ഇത് എഫക്റ്റ് ആകുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ശരിയാണ്, സൈക്കോളജിസ്റ്റിനൊക്കെ പോകുന്നതൊക്കെ നല്ലതാണ്. തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് വേണം. കാരണം എല്ലാത്തിനും നമ്മുടെ ശരീരത്തിനുള്ള ഇംബാലൻസാണ് കാരണം. നമുക്കറിയാം ഈ പറഞ്ഞ പോലെ എനർജിയുടെ വ്യത്യാസമാണ് കാരണം. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മുടെ മോഡേൺ സൈക്കോളജിസ്റ്റുകൾ കണ്ടുപിടിച്ചിരിക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ തീർച്ചയായിട്ടും ചെയ്യാം, അത് തെറ്റില്ല. പക്ഷേ അത് എന്തുകൊണ്ടാണ് വന്നത് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയ പരിഹാരം ചെയ്യാതെ ഇത് എത്ര ചെയ്താലും ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാവുന്നല്ലാണ്ട് കൺട്രോൾ ചെയ്യാവുന്നല്ലാണ്ട് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുകയില്ല. അങ്ങനെ ആകുമ്പോൾ ഒരു കുട്ടിയുടെ ജാതകം നേരത്തെ നമ്മൾ കണ്ടുവെച്ച് ഇതൊക്കെ ഇന്ന ദോഷമുണ്ട്, കന്നിശാപം വരാൻ ദോഷമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു ഒരു രക്ഷകർത്താവിന് തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരം നേരത്തെ ചെയ്ത നമുക്ക് അതിനൊപ്പം ഓടിപ്പിടിച്ചൊന്നും ചെയ്യേണ്ട, സമയം ഇഷ്ടം പോലെ ഉണ്ടാവും. ആ സമയം അനുസരിച്ച് അത് ചെയ്ത് ആ പരിഹാരം ചെയ്ത് ധൈര്യമായിട്ടിരുന്നു കൂടെ. ഇവിടെയാണ് ഒരു അസ്ട്രോളജിയുടെ ആ ഒരു ഗുണമുള്ളത്. ഇപ്പോൾ സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ ഇപ്പോൾ ശരി വന്നു, എന്ത് ചെയ്യാനാ, നമ്മളിപ്പോൾ 50-55 വയസ്സായി, നമ്മൾ ആൾറെഡി നോക്കിയില്ല, ഇതൊക്കെ എല്ലാവർക്കും സാഹചര്യങ്ങളാണ്. അപ്പോഴോ നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ യഥാർത്ഥമായിട്ട് അസ്ട്രോളജിസ്റ്റ് പറയുന്നത് അതുപോലെ ആത്മാർത്ഥമായിട്ട് ചെയ്ത് ഒരു 90 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യണം. അല്ലാതെ ആദ്യം അസ്ട്രോളജിസ്റ്റിനോട് ചോദിക്കുക ഞാൻ പോയാൽ ശരിയാവുമോ? ഈ ചോദ്യത്തിൽ എന്താ
ഞാൻ പോയാൽ ശരിയാകുമോ ചോദ്യത്തിൽ അദ്ദേഹം ശരിക്കും പോകാൻ പോകുന്നില്ല, അദ്ദേഹത്തിനുള്ള വിശ്വാസക്കുറവാണ്, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാൻ ഭയങ്കര കഷ്ടമാണ് എന്നാണ് അവിടെ വരുന്നത്. പിന്നെ അവിടെ എത്രത്തോളം ശരിയാകുമെന്ന് എനിക്കറിയില്ല, എനിക്കത് മനസ്സിലാകുന്നില്ല ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്. പിന്നെ അങ്ങനെയുള്ളവരെന്തിനാ വെറുതെ ജാതകം നോക്കുന്നതെന്നും എനിക്കറിയില്ല. അപ്പോൾ വിശ്വസിച്ച് ചെയ്യാവുന്നവർക്ക് ഒരു നല്ല വഴിയാണ് സുഹൃത്തുക്കളെ അസ്ട്രോളജി എന്ന് പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ ഞാനും ജാതകം നോക്കാറുണ്ട്. അറിയാവുന്ന അസ്ട്രോളജിസ്റ്റിനെ കണ്ട് അവർക്ക് വേണ്ടിയത് അവരെ കണ്ട് അവരുടെ അനുഗ്രഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക. ഞാൻ അസ്ട്രോളജി ജാതകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. തീർച്ചയായിട്ടും ഞാൻ തിരിച്ച് വിളിക്കും, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയും അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷെയറും ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രിപ്ഷനും തീർച്ചയായിട്ടും എനിക്കിത് പുതിയ പുതിയ വീഡിയോകൾ ഇടാനും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനും ഒരു സൗകര്യമായിരിക്കും. അതുപോലെ തന്നെ കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. അത് എനിക്ക് ഞാൻ എല്ലാ കമൻറ്റ്സും സാധാരണ നോക്കാറുണ്ട്. അതിന് തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന മറുപടി തരുന്നതാണ്. എന്നാൽ നമസ്കാരം.